ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ ഐസാണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐസാണിത്. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കിട്ടിയിരുന്ന ഐസാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. 1/4 കപ്പ് അവൽ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി കോൺഫ്ലവറിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ കലക്കിയെടുക്കണം. നല്ലപോലെ കലക്കിയെടുക്കുക. ഇനി ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടിക്ക് പിടിക്കാതെ 1 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അവലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷമാണ് ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനത്തെ ഐസ് മോൾഡൊക്കെ നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ വെച്ച് ഏത് തരം ഐസ് നമുക്ക് തയ്യാറാക്കാം. ഇനി ഇതിന് പകരം നമുക്ക് പേപ്പർ കപ്പ് എടുത്തിട്ട് അതിലും ഐസ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് 2 സ്റ്റിക്കും കൂടെ വേണ്ടി വരും. ഇനി ഈ പാലിൻ്റെ മിക്സ് നമുക്ക് ഈ ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി കുറച്ച് അവൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇനി ഈ പേപ്പർ കപ്പിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ഫോയിൽ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഐസ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ചെറിയൊരു ഹോൾ ഉണ്ടാക്കി സ്റ്റിക്ക് അതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് 8 മണിക്കൂർ മുതൽ ഒരു 12 മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും ഫ്രീസറിലേക്ക് മാറ്റാം. ഐസ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. 12 മണിക്കൂർ കൊണ്ടാണ് ഞാനിത് സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അല്പം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഐസ് മോൾഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണിത്. 30 സെക്കൻഡ് ഇങ്ങനെ വെച്ചാൽ മതിയാവും. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് എടുക്കാം. നമ്മുടെ അവൽ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മോൾഡിൽ നിന്ന് കിട്ടും. ഈ കപ്പിലേതും നോക്കാം. പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐസാണ്. അവൽ കൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നതാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.